അനിൽ ബോസ്, നിങ്ങൾക്കും കണക്കൊക്കെ കിട്ടിയല്ലോ മുൻകാലങ്ങളിലെ. ഞാൻ വരാം അനിൽ ബോസ്, നിങ്ങൾക്കും കണക്കൊക്കെ ജില്ലകളിൽ നിന്ന് കിട്ടിയല്ലോ. ഓരോ ജില്ലയിലും എത്ര മണ്ഡലങ്ങൾ ഇങ്ങോട്ട് പോരുമെന്ന്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കണക്ക് പറയുകയാണ്, 5 ജില്ലകൾ അപ്പാടെ ഇങ്ങ് പോരും, 43 മണ്ഡലങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്നത്. കൊട്ടക്കണക്കല്ല, 100 എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 100ന്റെ ആത്മവിശ്വാസം, ഈ 45 പറയുകയാണെങ്കിൽ 100ന്റെ കണക്ക് കൂടി അങ്ങ് പറയണ്ടേ? അതെന്താ പറയാത്തത്? അദ്ദേഹം പറയാത്ത ഒരു കണക്ക് ഞാനങ്ങോട്ട് പറയാം. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആകെ ഉള്ളത് ഒരു MLA ആണ്, കൊല്ലത്ത് ഉള്ളത് 2 MLA ആണ്, ആലപ്പുഴയിലുള്ളത് ഒരാളാണ്, പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് ആരുമില്ല, ഇടുക്കിയിൽ ഞങ്ങൾക്ക് ആരുമില്ല. നിലവിലെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പത്തനംതിട്ട ഉൾപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും സ്മൃതി ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു സീറ്റാണോ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കൾ വിലയിരുത്തും. പറഞ്ഞാൽ മതി. കൊല്ലത്ത് ഞങ്ങൾ 2 അല്ലെ, പിടിക്കുന്നതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. ഞാൻ അങ്ങയുടെ ഈ ചർച്ചയെ നിയന്ത്രിക്കുന്ന വ്യക്തി എന്നുള്ളതിൽ അങ്ങയോട് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു സീറ്റിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണോ തിരുവനന്തപുരത്ത്? 2ലോ 3ലോ 4ലോ ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണോ ഞങ്ങൾ തിരുവനന്തപുരത്ത്? അങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്കുള്ളത് 2 ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2ലോ 3ലോ 4ലോ ഒതുങ്ങുന്ന പാർട്ടിയാണ് കൊല്ലത്തെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? ആലപ്പുഴയിൽ 1 ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ആ 1ൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഞങ്ങൾക്കൊന്നും ഇല്ലാത്തടത്ത് ഞങ്ങൾ വെറും കൈയോടെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കോട്ടയത്തുള്ളതിനേക്കാൾ കൂടുതൽ പിടിക്കില്ല എന്ന് സ്മൃതി കരുതുന്നുണ്ടോ? മണ്ഡലം തിരിച്ചു പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മത്സരിച്ച് ജയിച്ചു വരുന്ന MLA-മാരുടെ പേര് പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പറയാത്തത്. അതുകൊണ്ട് അങ്ങനെ വേണ്ട. പക്ഷേ അങ്ങ് CPM പ്രതിനിധിയോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ വലിയ നേതാവാണോ ചെറിയ നേതാവാണോ എന്ന് അങ്ങ് ചോദിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരിൽ ഏറ്റവും മുതിർന്ന നേതാവാണോ അല്ലയോ എന്നൊരു ഡിബേറ്റ് അല്ല ഇവിടെ നടന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ, തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയനെ ഏൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നാ ചോദിച്ചത്. അതിന് CPM പ്രതിനിധിക്ക് ഉത്തരവില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, അത് പറഞ്ഞാൽ നാളെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വരികളിൽ ഒരെണ്ണം പറഞ്ഞ് പ്രസ്ഥാനവൽക്കരിച്ചു. ശരിയാണ്, CPM ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രസ്ഥാനവൽക്കരിച്ചു എന്ന അദ്ദേഹത്തിന്റെ വാദഗതിയോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഒരു കാര്യം സ്മൃതി ഞാൻ പറയുന്നത് നോട്ട് ചെയ്തു വെച്ചു. കേരളത്തിൽ മുന്നണി സംവിധാനത്തിൽ ഒരു തുടർ ഭരണം, ഇതിന് മുമ്പൊരിക്കൽ ഈ ഇന്നത്തെ മുന്നണി സമ്പ്രദായം അല്ലാതെ UDF-നും ഇപ്പോൾ LDF-നും കിട്ടുകയാണ്. LDF-ന് ഇക്കുറി കിട്ടിയെന്ന് പറയുന്ന ഒരു ഭരണം, രണ്ടാം പിണറായി സർക്കാർ, അത് വരുന്നത് ആ സാഹചര്യം ഒരുക്കിയ ആളുകളുടെ വോട്ട് ഇക്കുറി വീഴുന്നത് പ്രതിഷേധ വോട്ടായിരിക്കും. കാരണം ഒരു ഭയാനകമായ അന്തരീക്ഷത്തിൽ പേടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ, ശീലമില്ലാത്തൊരു രോഗത്തിന് മുന്നിൽ ശീലമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഭയപ്പെടുത്തി ആളുകൾക്ക് പറ്റിയ കൈത്തറ്റാണ് എന്ന് അതിന്റെ പേരിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ വഞ്ചിക്കപ്പെട്ടു, അവർ ചതിക്കപ്പെട്ടു എന്ന ബോധ്യം അവർക്കുണ്ട് ഈ 2ാം സർക്കാരുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ അനുകൂലിച്ച ആളുകളെ നിങ്ങൾ നോക്ക്, ഇടതുപക്ഷത്തെ അനുകൂലിച്ച ആളുകളെ നോക്ക്. എന്തുകൊണ്ടാണ് G. സുധാകരനെ പോലൊരു നേതാവിന്, അദ്ദേഹം അധികാരമോഹിയാണെന്ന് സ്മൃതിക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി 10-63 വർഷം ചെങ്കൊടിയും പിടിച്ച് സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വം വരെ സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ? അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ 63 വർഷത്തിനിപ്പുറം തന്റെ അംഗത്വം വേണ്ട എന്ന് തീരുമാനിക്കാൻ തോന്നുന്നത്? എന്തായിരിക്കും ആ ചേതോവികാരം? ഒരു ദിവസത്തെ ഒരു MLA പദവിക്ക് വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ ഇവർ വ്യാഖ്യാനിക്കും. അങ്ങനെയാണോ? പയ്യന്നൂരിൽ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ അവിടെ MLA ആകുമെന്ന് വിചാരിച്ചോ? MLAയും മന്ത്രിയാകാൻ വേണ്ടിയാണോ CPM-നെതിരായിട്ട് പോരാട്ടത്തിനിറങ്ങിയത്? ധൻരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവിന്റെ ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അടിച്ചു മാറ്റിയെന്ന കണക്കുകൾ സഹിതം പുറത്തു പറഞ്ഞ് ആ പാർട്ടിയോട് പടിയിറങ്ങി വന്നത് വെറുതെ വന്നതാണെന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് CPM പ്രതിനിധിക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്? ഞങ്ങളെ വിട്ടേക്ക്, കോൺഗ്രസ്സുകാരെ, ഐക്യജനാധിപത്യ മുന്നണിക്കാരെ നിങ്ങളങ്ങ് വിട്ടേക്ക്. നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ഐഷ പോറ്റി അഴിമതിക്കാരെയാണെന്ന അഭിപ്രായമുണ്ടോ? എന്തുകൊണ്ടാണ് ഐഷ പോറ്റി നിങ്ങളുടെ പാർട്ടി വിട്ട് ഇറങ്ങിപ്പോകുന്നത്?
ഇന്നലെ വരെ നിങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന TK ഗോവിന്ദൻ എന്തിനാണ് പോകുന്നത്? അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതാണോ? അവർ പറഞ്ഞ സ്ഥാനാർത്ഥിയാണോ TK ഗോവിന്ദൻ? CPM-ന്റെ പ്രാദേശിക നേതൃത്വം പറഞ്ഞ സ്ഥാനാർത്ഥിയാണോ TK ഗോവിന്ദൻ? അല്ലല്ലോ. അദ്ദേഹം മത്സരിക്കാൻ ഒരു നിമിത്തമായി, ഒരു നിയോഗമായി എന്നുള്ളത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങി വരേണ്ടി വന്നത്? നമ്മൾ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിശകലന സമയത്തെങ്കിലും വേണ്ടേ സ്മൃതി? സത്യസന്ധമായി UDF ജയിക്കുമെന്ന് അറിയാത്ത ഏതെങ്കിലും LDF-കാരൻ കേരളത്തിലുണ്ടോ? പിണറായി വിജയനെ ഒന്ന് വിശ്വസിപ്പിക്കാമോ? ആ LDF ഗവൺമെന്റ് വീണ്ടും വരുമെന്നൊന്ന് വിശ്വസിപ്പിക്കാമോ? കുഞ്ഞുങ്ങളാണ്, നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഗവൺമെന്റ് മാറുമെന്ന് എല്ലാവർക്കും അറിയാം, വലിയ ഭൂരിപക്ഷത്തിൽ UDF വരുമെന്നറിയാം. പക്ഷേ എന്റെ പോയിന്റ് അതല്ല. ഗവൺമെന്റ് വരുന്നതും വരാത്തതും പെട്ടി പൊട്ടിക്കട്ടെ, എണ്ണട്ടെ, ഗവൺമെന്റ് വരട്ടെ. എന്റെ ചോദ്യം, ഈ സന്ദർഭത്തിൽ പോലും നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നുന്നില്ലേ? ശരി, നിങ്ങൾക്കൊരു കുറ്റബോധം, ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ല? അങ്ങനെ പൊട്ടിക്കരയാനൊന്നും ആയിട്ടില്ലല്ലോ. സുധാകരനെ പോലെ, ഐഷ പോറ്റിയെ പോലെ പൊട്ടിക്കരയാനുള്ള സമയമായിട്ടില്ലല്ലോ. 22 ദിവസം കഴിഞ്ഞ ഒരു വിധി വരുമ്പോഴല്ലേ പുനഃപരിശോധന വേണോ എന്നാണ്. സ്മൃതി ഒരു സെക്കൻഡ്. ഞാൻ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വോട്ടെണ്ണട്ടെ, പെട്ടി പൊട്ടട്ടെ, അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സുധാകരനെ പോലെ, ഐഷ പോറ്റിയെ പോലെ, TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ ആളുകൾ അഴിമതിക്കാരും CPM-ന് അനഭിമതരും അവർ കൊള്ളുകയില്ലാത്തവരുമാണെന്ന് ഇദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ പൊതുസമൂഹം സഹിക്കുമെന്ന് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പോലും ചർച്ചയിൽ വന്നിരുന്ന് പറയണമെങ്കിൽ അതിന് പിണറായി വിജയന് പോലും ധൈര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നമുക്ക് മാറിയും കയറിയും പറയാം സ്മൃതി. ഫലം വരട്ടെ. നമ്മളിപ്പം വാദപ്രതിവാദമൊന്നും വെക്കേണ്ട. ഫലം വരട്ടെ, ഗവൺമെന്റ് ഉണ്ടാകുമോ എന്നത് നമുക്ക് നോക്കാം. എത്ര പേര് വരും, എത്ര പേര് ജയിച്ചു വരുന്നു. ഞാൻ പറഞ്ഞത് CPM-ന്റെ അപജയത്തെ ചൂണ്ടിക്കാണിച്ച് അതിൽ പോയവരെല്ലാം കുഴപ്പക്കാരും കുലംകുത്തികളുമെന്ന് ചിത്രീകരിച്ച് കൊല്ലാഞ്ഞത് ഭാഗ്യം. പഴയകാല അനുഭവം വെച്ചാണെങ്കിൽ കൊല്ലും. അങ്ങനെ കൊല്ലാഞ്ഞത് അവരുടെ ഭാഗ്യം, അവരുടെ കുടുംബങ്ങളുടെ ഭാഗ്യം. Debate with Smriti Parathikkad.